നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പൊൻകുഴിയിലേക്കാണ്. പൊൻകുഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേ ആണ്. മൈസൂർ ബാംഗ്ലൂർ റോഡാണിത്. ഈ ക്ഷേത്രം കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുമാണ്, നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. ഇത് വയനാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വാവിനൊക്കെ ബലിയിടാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. ഇത് ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ച സ്ഥലമാണെന്നും ഇവിടെ ഇരുന്നിട്ടാണ് സീതാദേവി കരഞ്ഞ് ആ കണ്ണീർ കൊണ്ട് ഇവിടെ ഒരു തടാകമുണ്ടായെന്നും ആണ് വിശ്വസിക്കുന്നത്. ഈ തടാകത്തിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെയാണ് പൊൻകുഴി എന്ന് പറയുന്ന ഈ സ്ഥലം. അവിടേക്കുള്ള യാത്രയും നല്ല രസമാണ്. കാടിൻ്റെ നടുക്കിലൂടെയുള്ള യാത്രയാണ്. രണ്ട് ഭാഗത്തും നിറയെ വനങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊച്ചു കൊച്ചു ടൗണുകളുണ്ട്. പൊൻകുഴി എത്തുന്നതിന് മുന്നേ മുത്തങ്ങ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വയനാട് ജില്ല എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഇവ 3ൻ്റെയും അതിർത്തി പങ്കിടുന്നത് വയനാട് ജില്ലയിലാണ്. കർണാടക ബോർഡറിൻ്റെ അടുത്തേക്കുള്ള ഭാഗമാണ് പൊൻകുഴി. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ആ റോഡിലൂടെയുള്ള യാത്ര. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ മൃഗങ്ങളൊക്കെ റോഡുകളിലൊക്കെ ഇറങ്ങും. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് രാത്രിയിലുള്ള ഗതാഗതം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളിലും മുളങ്കാടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിലെയുള്ള യാത്രയുടെ വിശദമായൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ശ്രീരാമക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ കബനി നദി ഒഴുകുന്നുണ്ട്. ഇപ്പം മഴ പെയ്തതുകൊണ്ട് അവിടെ നിറയെ വെള്ളം കലങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നിറയെ കുരങ്ങുകളുണ്ട്.
നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി പോകുമ്പം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പ്രസാദം തട്ടിപ്പറിച്ച് വാങ്ങിക്കും. ഈ വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോയിലൂടെ ഞാൻ വരാം. ഇത്രയും നേരം എൻ്റെ കൊച്ചു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.